Hello everyone. Today we start our regular lecture with Unit 2 that is about light. അപ്പോൾ അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ലൈക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, സ്കാറ്ററിങ്. അപ്പോൾ അത് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യും. Then we will look into different daily life examples. അപ്പോൾ അതിൻ്റെ basic principles എന്താണ്. We'll also discuss about total internal reflections, അതിൻ്റെ regular applications. പിന്നെ നമ്മൾ ലെൻസസ്, മിറേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫക്ട്സ് ഓഫ് ഐ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ അതിൽ തന്നെ വളരെ ചെറിയൊരു നാരോ റീജിയൻ, അതായത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാവുന്ന ആ ഒരു റേഡിയേഷൻ റേഞ്ചിനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി വിസിബിൾ ലൈറ്റ്. അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് സ്പെക്ട്രംസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു റീജിയൻ അത് നമുക്ക് കാണാവുന്ന സം അനിമൽസ് ക്യാൻ സീ ഡിഫറെന്റ് വേവ് ലെങ്ത്. നമ്മളെക്കാട്ടും കൂടുതൽ ഹയർ വേവ് ലെങ്ത് കാണാവുന്ന അനിമൽസ് ഉണ്ട്, ലോവർ റീജിയൻസിൽ കാണാൻ പറ്റാവുന്ന ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ വി റെഫർ ടു അവർ വിഷൻ. അത് പറയുന്ന വേവ് ലെങ്ത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദാറ്റ് ഈസ് ഫ്രം 400 to 700. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുമെങ്കിൽ എന്താണ്, ആ ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മളെ കണ്ണിനകത്ത് പോയിട്ട് പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ അപ്പം നമ്മളിവിടെ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ദി വിസിബിൾ ലൈറ്റ്, ദാറ്റ് ഈസ് വിസിബിൾ ടു അസ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ ആ സ്പെക്ട്രത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ആർ ഹയർ വേവ് ലെങ്ത് റീജിയൻ, ദാറ്റ് ഈസ് റേഡിയോ വേവ്സ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. പിന്നെ ലോവർ റേഞ്ചിൽ നമുക്ക് ലോവർ വേവ് ലെങ്ത് റീജിയനിലാണെങ്കിൽ നമുക്ക് ഗാമ റേസ്, എക്സ് റേസ്, യു വി. അപ്പൊ ഇതിന്റെ എല്ലാം മിഡിൽ, ഏകദേശം മിഡിലായിട്ട് വരുന്ന റീജിയനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി വിസിബിൾ ലൈറ്റ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള റീജിയൻ ആണ്. ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 400 to 700 നാനോമീറ്റർ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയൊരു പോർഷനെയാണ് നമ്മളിവിടെ ലൈറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിസിബിൾ ടു അസ്, വിസിബിൾ ടു ഹ്യൂമൻ ഐ. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് റീജിയൻ അതൊക്കെ ആ വാല്യൂസ് ഒക്കെ റഫ്ലി ഓർത്തിരിക്കണം. ഫ്രം 400 to 700 നാനോമീറ്റർ. ലോവർ വേവ് ലെങ്ത്തിൽ നമുക്ക് കാണുന്ന റേസ്, എക്സ് റേസും ഗാമ റേസും ഒക്കെ പറഞ്ഞാൽ ഹയർ എനർജി ആയിരിക്കും. ലോവർ വേവ് ലെങ്ത് മീൻസ് ഹയർ എനർജി. ബട്ട് ഹയർ വേവ് ലെങ്ത് റീജിയനിലുള്ള എന്താണ്, ഈ ടി വി, റേഡിയോ വേവ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുതലാണ്, ബട്ട് അതിന്റെ എനർജി കുറവായിരിക്കും. ദിസ് ഈസ് അബൌട്ട് ദി നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു ലൈറ്റ് എങ്ങനെയായിരിക്കും എമിറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നു. അപ്പോൾ ഇൻ ദ 19th സെഞ്ചുറി ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് ഈ ലൈറ്റിനെ കുറിച്ച് ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ദാറ്റ് വിൽ ബി എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിള് ഒരു ഒബ്ജക്റ്റ് നിന്ന് എമിറ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ണിലോട്ട് വന്നിട്ട് നമ്മളത് കാണുന്നു. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫിസിക്സിലെ ഒരുപാട് തിയറീസ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു പർട്ടിക്കുലർ മോഡൽ പ്രപ്പോസ് ചെയ്യും. അപ്പൊ നമ്മളൊരു അങ്ങനെയാണ് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക. നമ്മളൊരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കണ്ടു, അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു പോസ്റ്റുലേറ്റ് പ്രപ്പോസ് ചെയ്യും. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് അത് നമ്മൾ ഫൈനലൈസ് ചെയ്യുക. അപ്പം ന്യൂട്ടൺ ഫസ്റ്റ് തന്നെ പാർട്ടിക്കിൾസ് ആണ് ലൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹൈഗൻസ് പാർട്ടിക്കിളിന്റെ ദിസ് ഈസ് നോട്ട് പാർട്ടിക്കിൾസ്, ഇതൊരു വേവ്സ് ആണെന്ന് പ്രപ്പോസ് ചെയ്തു. അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് വേവ്സ് ആയിട്ടാണ്. അപ്പം ലേറ്റർ ഓൺ എക്സ്പെരിമെന്റലി, അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അത് 1801 ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്തു. അതായത് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട്. അതായത് ലൈറ്റ് ഇന്റർഫിയർ ചെയ്യും. ഇന്റർഫിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും, ഇന്റർഫറൻസ് എന്താന്ന് പഠിക്കും. അപ്പം ഇന്റർഫിയർ ചെയ്യണമെങ്കിൽ ദ ഇൻസിഡന്റ് ബീംസ് ഹാസ് ടു ബി ഓഫ് വേവ് നേച്ചർ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ലൈറ്റിന്റെ വേവ് നേച്ചർ എന്ന് പ്രൂവ് ചെയ്തു.
But later on, Einstein studied this one, and he showed that light is having particle nature. അതൊരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് സ്റ്റഡി ചെയ്തിട്ട് he proved that light is also having particle nature. അപ്പോൾ finally it was concluded that the light is having both characteristics. അതായത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദി ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. അങ്ങനെ അപ്പോൾ ഫൈനലി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ലൈറ്റ് ഈസ് ഹാവിംഗ് ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ആസ് വെൽ ആസ് വേവ്സ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ചാണ്. അപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വെൻ ലൈറ്റ് ഈസ് എൻറ്ററിങ് സർട്ടൻ മീഡിയം ഇറ്റ്സ് വേവ് ദ വെലോസിറ്റി ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ മച്ച് ദ വെലോസിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ. അപ്പം ഇവിടെ ലെറ്റ്സ് സേ ദാറ്റ് നമുക്ക് ഇനീഷ്യലി ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് വി റെഫേർഡ് ഇൻ വാക്വം സിസ്റ്റം. അതായത് ദർ ഇസ് നത്തിങ് ഇൻസൈഡ് ദ മീഡിയം. അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള ഒരു വെലോസിറ്റി നമ്മൾ അതിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ, വെൻ ഇറ്റ് ഈസ് എൻറ്ററിങ് സെർട്ടൻ മീഡിയം like air or glass, water, any such medium, and the velocity is reduced by a factor. Let's say the new velocity is v. അങ്ങനെയാണെങ്കിൽ the fraction at which the velocity is reduced, that is called the index of refraction. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റിന്റെ വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ചിനെ റെഫർ ചെയ്യുന്ന പർട്ടിക്കുലർ ഫാക്ടറിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നോർമലി ദ വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറയാം, വേർ സി ഈസ് ദി വെലോസിറ്റി ഇൻ ദ വാക്വം സ്റ്റേറ്റ് ആൻഡ് വി ഈസ് ദി വെലോസിറ്റി ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. അപ്പോൾ ഒരു വാക്വം മീഡിയത്തിലാണെങ്കിൽ നമ്മൾ എൻ ഈസ് ഈക്വൽ ടു 1 എടുക്കും. We also assume that airnum നമ്മൾ n is equal to 1 assume ചെയ്യും. Normally we take n is equal to 1, but the value is slightly higher than 1. For all other media, n should be greater than 1. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് ബിക്കോസ് n is equal to c by v ആണ്. അപ്പം എന്താണ്, the new velocity v will be always less than c. That means c by v will be എന്താണ്, താഴെ സി ബൈ വിയിലെ വി സിനെക്കാട്ടും കുറവാണെങ്കിൽ ദാറ്റ് ഫ്രാക്ഷൻ വിൽ ബി മോർ ദാൻ 1. അപ്പം നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ എല്ലാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, അതായത് ഇതിന് യൂണിറ്റ് ഒന്നുമില്ല. സോ ഇവിടെ നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് നിങ്ങൾക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ നോർമലി ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്രാക്ഷൻ up to which the velocity is reduced. അപ്പം അതിനെ നമുക്ക് n is equal to c by v എന്ന് പറയാം. അപ്പം ചില വാല്യൂസ് ഓർത്തിരിക്കുക. എന്നിന്റെ വാല്യൂ വാക്വത്തിലാണെങ്കിൽ 1 ആയിരിക്കും. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ റഫ്ലി 1.33 ആണ്. നോർമൽ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അബൌട്ട് 1.5 to 1.6 റേഞ്ചിലൊക്കെ വരുന്നതാണ് ഗ്ലാസ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഷുഡ് ബി ഓൾവേസ് greater than 1. Now we will discuss about the reflection of light. ഇപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മിററിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ തന്നെ അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു റേ ഓഫ് ലൈറ്റ് അപ്പം റിഫ്ലക്ഷന്റെ സമയത്ത് ദർ ഈസ് ഓൺലി എ സിംഗിൾ മീഡിയം വെൻ ഇറ്റ് ഈസ് എൻകൗണ്ടറിങ് സർട്ടൻ ബൗണ്ടറി വിത്ത് സർട്ടൻ സെക്കൻഡ് മീഡിയം, പാർട്ട് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സെയിം മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് അടുത്ത മീഡിയത്തിലോട്ട് പോകുമ്പോൾ പാർട്ട് ഓഫ് ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പൊ ഈ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന എവറിഡേ ലൈഫിൽ കാണുന്ന റിഫ്ലക്ഷൻ ആണ് നമ്മൾ പ്ലെയിൻ മിററിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ റിഫ്ലക്ഷന്റെ ഒരു സ്കീമാറ്റിക് റേ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റേ ഒപ്റ്റിക്സ് ആണ് ഉപയോഗിക്കുക, റേ ഡയഗ്രാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഇൻസിഡന്റ് റേ റിഫ്ലക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ റിഫ്ലക്ട് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഇൻസിഡന്റ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം മീഡിയം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ മിററിന് നമ്മളൊരു നോർമൽ വരയ്ക്കും, ഒരു സർഫസ് നോർമൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പൊ ഈ സർഫസ് നോർമലും നമ്മളെ ഇൻസിഡന്റ് ബീമും ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. സെയിം സർഫസ് നോർമലും റിഫ്ലക്റ്റഡ് റേ ആയിട്ടുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പം ദർ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആസ് വെൽ ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ.
ഇനി അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ദർ ആർ two laws. The first one is the angle of incidence is equal to angle of reflection. അപ്പോൾ നമ്മൾ ഏതൊരു പർട്ടിക്കുലർ പ്ലെയിനിലും ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ലോ. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ സർഫസിന് നമ്മൾ എവിടെയാണോ ഇൻസിഡന്റ് ചെയ്യുന്ന ആ സർഫസിന് നമ്മളൊരു നോർമൽ വരയ്ക്കും ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന പോയിന്റിൽ. ആ നോർമലും നമ്മൾ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. സിമിലർലി the same normal with the reflected ray we call it as angle of reflection. അപ്പം the first one is angle of incidence is equal to angle of reflection. Second postulate പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the incident ray, the reflected ray and the normal are all in the same plane. ഇപ്പൊ നമ്മളിവിടെ നമ്മളിപ്പോ ഈ പർട്ടിക്കുലർ സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ഇത് മൂന്നും ഒരു പ്ലെയിനിലായിരിക്കും. ഷുഡ് ബി ഓൾവേസ് ഓൺ എ സിംഗിൾ പ്ലെയിൻ. അപ്പൊ ഇതാണ് the law of reflections. ഇനി നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പൊ ഇവിടെ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു മീഡിയത്തിന് ഒരു പർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും, സെക്കൻഡ് മീഡിയത്തിന് ദർ ഇസ് എ ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് ദ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ആ ഫാക്ടറിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് the velocity will change. Velocity of the incident beam will change. That means the direction also will change. Velocity change ചെയ്യാന്ന് പറയുന്നത് the direction also will change. അപ്പോൾ ഇൻസിഡന്റ് ചെയ്യുന്ന അതേ ആംഗിളിലായിരിക്കില്ല സെക്കൻഡ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. So that means there is a bending happening. So bending of light when it travels from one medium to another, that is called the refraction. അപ്പം ഇവിടെ ഈ ഒരു കേസിലും അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ബെൻഡിങ് നടക്കാം. സപ്പോസ് ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ. ഡെൻസർ ടു റെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസർ എന്ന് നമ്മൾ പറയുന്നത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലാണ്. റെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയ, ദ ബെൻഡിങ് വിൽ ഹാപ്പൻസ് എവേ ഫ്രം നോർമൽ. നോർമലിന് എവേ ആയിട്ടായിരിക്കും ബെൻഡിങ് നടക്കുക. ആൻഡ് ഇഫ് the light is traveling from rarer to denser media, that is a normal case. നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്ന rarer to denser ആണ്, അതായത് സെക്കൻഡ് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അങ്ങനെയാകുമ്പോൾ the bending will happen towards the normal. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബെൻഡിങ് നടക്കാം ഡിപ്പെൻഡിങ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ തന്നെ there is law of refraction. അപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ടു മീഡിയം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും, മീഡിയം 1 ടു മീഡിയം 2 ലൈറ്റ് റിഫ്രാക്ട് ചെയ്യാണ്. മീഡിയം 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഉം മീഡിയം 2ന്റെ n2 ആണ്. ആൻഡ് θ1 ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ. ആൻഡ് θ2 ഇസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ലോ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ just like law of reflection, there are two postulates. The first one is similar to the law of reflection, that is the incident ray, the refracted ray and the normal to the interface all are in the same plane. അത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും. Second one, furthermore we can say it is Snell's law എന്ന് പറയും. ഈ സെക്കൻഡ് law of refraction നമ്മൾ Snell's law എന്ന് പറയും. That relates നമ്മളെ angle of incidence-നെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസിനെയും, അതായത് ഫസ്റ്റ് മീഡിയത്തിന്റെ സെക്കൻഡ് മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസിനെയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ്. ആൻഡ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് കോൾഡ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്നാണ് അതിന് പറയുക. ദാറ്റ് ഈസ് n1 sin θ1 ഈസ് ഈക്വൽ ടു n2 sin θ2. അപ്പൊ n1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, θ1 ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, θ2 is the angle of refraction. Normally നമ്മൾ പറയുന്നത് sin of angle of incident divided by sin of angle of refraction is equal to n2 by n1. അതായത് sin θ1 by sin θ2 is equal to n2 by n1. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, bending will happen two ways. അപ്പൊ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ എന്താണ്, this is happening towards the normal. അപ്പൊ ഇത് എവിടുന്ന് എങ്ങോട്ടാണ്, the first medium is rarer, അതായത് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിന്ന് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലോട്ട് പോകുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ആണ്.
അപ്പം ഇവിടെ n2 ഈസ് ഗ്രേറ്റർ ദാൻ n1 ആണ്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ദി ലോ ഓഫ് റിഫ്രാക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പാരന്റ് ഡെപ്തിനെ കുറിച്ചാണ്. അതായത് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ദി റിയൽ ഡെപ്ത്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും, അതായത് ഒരു വെള്ളത്തിനടിയിലുള്ള ഒരു ഒബ്ജക്റ്റ്, നമ്മളൊരു ഡിഫറെന്റ് മീഡിയത്തിലുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണയെക്കാട്ടും മുകളിലായിട്ട് തോന്നും. ഇപ്പം താഴെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് കുറച്ചുകൂടി മുകളിലാണെന്ന് നമുക്ക് തോന്നും. ആൻഡ് ദാറ്റ് ഈസ് ദി അപ്പാരന്റ് ഡെപ്ത്. അപ്പം റിയൽ ഡെപ്ത് ഉണ്ട്, ദർ ഈസ് ആൻ അപ്പാരന്റ് ഡെപ്ത്. അപ്പം ഈ അപ്പാരന്റ് ഡെപ്ത് തോന്നാനുള്ള കാരണം എന്താണ്? ദാറ്റ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്നുള്ള റേ ഓഫ് ലൈറ്റ് നമ്മളെ കണ്ണിലെത്തുന്ന സമയത്താണ്. പക്ഷെ നമ്മൾ ഈ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പം അവിടെ ഒരു ബെൻഡിങ് നടക്കും. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ നേരെ താഴെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും, നമ്മളെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പം സാധാരണ ഒബ്ജക്റ്റിനെ നമ്മൾ എന്താണ് കുറച്ചുകൂടി മുകളിലായിട്ട് തോന്നും. വെള്ളത്തിനടിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ മുകളിലായിട്ട് തോന്നും. അപ്പൊ റിയൽ ഡെപ്തിനെക്കാട്ടും കുറവായിരിക്കും ഇവിടുത്തെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഡെപ്ത്. ദാറ്റ് ഡെപ്ത് ഈസ് കോൾഡ് ദി അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു പർട്ടിക്കുലർ സെന്റർ പിക്ചറിൽ അതിന്റെ ഒരു സ്കീമാറ്റിക് ആണ് നമ്മൾ ലെഫ്റ്റിൽ കൊടുത്തേക്കുന്നത്, ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിന്റെ. അപ്പൊ ഇവിടെ സെക്കൻഡ് പിക്ചറിൽ വളരെ ക്ലിയർ ആണ്, താഴെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് വ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും. ആ ഒരു ഒബ്ജക്റ്റും സർഫസ് ഓഫ് വാട്ടറും ആയിട്ടുള്ള ഡെപ്തിനെയാണ് നമ്മൾ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ റിയൽ ഡെപ്ത് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഒരു വോളിയത്തിന്റെ കേസിലും ഇത് തന്നെ സംഭവിക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഒരു കോളയുടെ ഒരു ബോട്ടിൽ അത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നമുക്ക് തോന്നും. അതിന് കാരണം എന്താണ്? സോ ഹിയർ ഓൾസോ റിഫ്രാക്ഷൻ തന്നെയാണ്. നമ്മൾ ആ സെൻട്രൽ റീജിയനിൽ നിന്ന് വരുന്ന ലൈറ്റ് അതിന്റെ ഔട്ടർ ഷെൽ, അതായത് ഈ പർട്ടിക്കുലർ ലിക്വിഡ് ഒക്യുപ്പൈ ചെയ്യുന്ന ഔട്ടർ ഇതെന്ന ലൈറ്റ് ബെൻഡ് ചെയ്യാണ്. ഈ ഫിഗറിൽ ക്ലിയർ ആണ്, ബെൻഡ് ചെയ്തിട്ട് സർഫസിലോട്ട് വന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് തോന്നും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫീൽ ചെയ്യുന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ ആ ഡെപ്തിനെയാണ് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് സിമിലർലി ഹാപ്പനിങ് ഫോർ ദി വോളിയം. നെക്സ്റ്റ് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പർട്ടിക്കുലർ കേസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇപ്പൊ റിഫ്രാക്ഷന്റെ കേസിൽ എങ്ങനെയാണ്? വൺ ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ കേസ് ഓഫ് റിഫ്രാക്ഷൻ, അതായത് ഇവിടെ ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. അതായത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു 3 ഫിഗേഴ്സ് കാണാം. ഫസ്റ്റ് ഈസ് നോർമൽ റിഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെൻസർ ടു റെയറർ മീഡിയ ആണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ദ ബെൻഡിങ് വിൽ ഹാപ്പൻ എവേ ഫ്രം നോർമൽ. അതാണ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച്, അതായത് നമ്മളിവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ, നോർമലും ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിളും പതുക്കെ കൂട്ടുകയാണ്. നിങ്ങൾ സെക്കൻഡ് ഫിഗർ നോക്കുക, അത് ഒരുപാട് കൂടി, നേരത്തെക്കാട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്ന സമയത്ത് ബെൻഡിങ് എന്താണ്, കൂടുതൽ ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഈ നോർമലിന് കൂടുതൽ ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദർ ഇസ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഒരു ക്രിട്ടിക്കൽ ആംഗിൾ, അതാണ് നമ്മൾ ഈ ഫിഗറിൽ രണ്ടാമത് കാണുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് ബെൻഡ് ചെയ്യുന്നത് എലോങ് ദി സർഫസ് ആണ്. ഈ രണ്ട് മീഡിയത്തിനെങ്കിലും ഇന്റർഫേസിൽ കൂടെ അത് റിഫ്ലക്ട് ചെയ്തു പോകും. ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇനിയും കൂട്ടുകയാണ്, നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം മീഡിയം. അതിനെയാണ് നമ്മൾ അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: വെൻ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, the total energy of light will be reflected back to the same medium. That is called the total internal reflection. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡെൻസർ ടു റെയർ മീഡിയം പോകുന്നു ആൻഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലാവണം.
അപ്പോൾ ആ പർട്ടിക്കുലർ ഈ 90 ഡിഗ്രി റിഫ്രാക്ഷൻ ആ ഒരു റിഫ്രാക്ഷൻ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട് കൂടുമ്പോഴാണ് സെയിം മീഡിയത്തിലോട്ട് റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഷൈനിങ് ഓഫ് ഡയമണ്ട്. ഇപ്പൊ ഡയമണ്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അതിനൊരു ഷൈനസ് ഉണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കൂടുതലാണ്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുമ്പം അതിന്റെ ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ കുറവായിരിക്കും. അത് എത്രയാണ്? 23 ആണ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ ഓഫ് ഡയമണ്ട്. അപ്പൊ 23 ഡിഗ്രിനെക്കാളും കൂടുതൽ ലൈറ്റ്, നോർമൽ ലൈറ്റ് നമ്മൾ അവിടെ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നോർമലി അതിന്റെ ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇതിന്റെ അകത്ത് ഈ ഒരു ഇതിനകത്ത് ഒരുപാട് ഫേസസ് ഉണ്ട്. ഡയമണ്ടിനാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫേസസ് ഉണ്ട്. അപ്പൊ അതിനകത്തോട്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അത് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ പല ഫേസിൽ നിന്നും ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് നമ്മളെ കണ്ണിലോട്ട് തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് നമ്മൾ ഡയമണ്ടിനെ നോക്കുമ്പോൾ അതിന് ഭയങ്കര ഷൈനസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ അവിടെ നടക്കുന്ന വേറൊരു കാര്യം ഡിസ്പേഷൻ ആണ്. ഡിസ്പേഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതായത് ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ കൂടെ, ഒരു ഗ്ലാസ്സിൽ കൂടെ, ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ കൂടെ ഒരു വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കടത്തി വിടുന്നതെങ്കിൽ അതിന്റെ കളർ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പല കളേഴ്സ് ആയിട്ട് കാണും. അപ്പൊ ഈ രണ്ട് ഫിനോമിനും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്, ഡിസ്പേഷനും നടക്കുന്നുണ്ട്. അപ്പം മേജർലി നമ്മളിവിടെ പറയേണ്ട കാര്യം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വളരെ എളുപ്പത്തിൽ നടക്കും. ബിക്കോസ് എന്താണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പം അവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് എല്ലാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ അതിനെ വളരെ ഷൈൻ ആയിട്ട് കാണാൻ പറ്റും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അനദർ എക്സാമ്പിൾ ആണ് മിറാഷ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ മരീചിക എന്നൊക്കെ പറയും. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. അപ്പം നമുക്ക് തോന്നുന്നതാണ്. അതായത് നമ്മളൊരു വേനൽക്കാലത്തൊക്കെ, നമ്മളെ ചൂടുള്ള സമയത്തൊക്കെ റോഡിലോട്ടോ അല്ലെങ്കിൽ നോർമലി ഡിസേർട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ഒരു വെള്ളമുള്ള, നമ്മളെ കുറച്ച് മുന്നിലായിട്ട് വെള്ളമുള്ള പോലെ തോന്നും. നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പം നമ്മൾ ഈ ഈ വേനൽ സീസണിൽ നോക്കിയാൽ അറിയാം, നമ്മളെ കുറച്ച് മുന്നിലായിട്ട് അവിടെ വെള്ളക്കെട്ടുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ വെള്ളമില്ല. അപ്പൊ ഈ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് നമ്മൾ മിറാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ റോഡിന്റെ പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് റോഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ മീഡിയത്തിന് നമുക്ക് ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. അപ്പം ക്ലോസ് ടു ദ റോഡ് എന്ന് അതിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആ പർട്ടിക്കുലർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കുറവായിരിക്കും. കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലത്തെ ലെയറിന് അതിനെക്കാട്ടും ടെമ്പറേച്ചർ കുറച്ചുകൂടി കുറവാണ്. അപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലാണ്. അപ്പം ഏറ്റവും മുകളിലുള്ള ലെയറിൽ എന്തായിരിക്കും, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആയിരിക്കും. അപ്പൊ ഇവിടെ ലൈറ്റ്, നമ്മളിവിടെ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കൂ, സെക്കൻഡ് ആയിട്ടുള്ള ഫിഗർ. നമ്മളിവിടെ എ എന്നുള്ള പോയിന്റ്, അതായത് ഈ ട്രീന്ന് വരുന്ന ലൈറ്റ് ആണ്, ലൈറ്റ് റേസ്. അത് കൺസിഡർ ചെയ്യാം. അത് ഇവിടെ വന്നിട്ട് ഈ മുകളിലത്തെ ലെയറിൽ എത്തുമ്പം, ഈ എയർ മീഡിയത്തിന്റെ, നമ്മൾ റോഡിന്റെ മുകളിലെ സർഫസിൽ എത്തുമ്പം ഡെൻസർ ടു റെയർ മീഡിയം, അതായത് ക്ലോസ് ടു റോഡ് എന്താണ്, ടെമ്പറേച്ചർ കൂടുതലായും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും മുകളിൽ കൂടുതലുമാണ്. അപ്പം ഡെൻസർ ടു റെയർ മീഡിയത്തിൽ ഇൻസിഡന്റ് ചെയ്യാണ്. ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, അങ്ങനെ ഒരു കണ്ടീഷനും കൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇവിടുന്ന് വരുന്ന ലൈറ്റ്, അതായത് ഈ ട്രീയിൽ നിന്ന് വരുന്ന ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കാണും. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ അത് ഈ ഗ്രൗണ്ടിലാണെന്ന് തോന്നും. ഈ ട്രീ ഇരിക്കുന്നത് ഗ്രൗണ്ടിലാണെന്ന് തോന്നും. സിമിലർലി അപ്പൊ സെയിം തന്നെയാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പം ദിസ് ഈസ് എന്താണ് ഇവിടെ നടക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതിന് കാരണം ഈ ചൂടുള്ള സമയത്ത് റോഡിലെ ടെമ്പറേച്ചറിലെ വേരിയേഷൻ അനുസരിച്ച് വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വേരിയേഷൻ ആണ്. ഇപ്പം ക്ലോസ് ടു റോഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും, കൂടുതൽ ചൂടുള്ളതുകൊണ്ട് കുറവും, മുകളിലോട്ട് കൂടുതലുമാണ്. അപ്പൊ അവിടെ ഡെൻസർ ടു റെയർ മീഡിയം ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുകയാണ്. ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നമ്മൾ അതിന്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ആ മിറാഷ് കാണാത്തതിന് കാരണം എന്താണ്? അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കുറഞ്ഞു. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കുറയുന്ന സമയത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അപ്പം ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ ഈ മിറാഷ് കാണുന്നത്.
അപ്പൊ ഈ പർട്ടിക്കുലർ ഇതൊക്കെ നിങ്ങൾക്ക് എസ് എ ആയിട്ട് വരെ ചോദിക്കാവുന്നതാണ്. ഈ മിറാഷ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഓപ്പൺ കോഴ്സിൽ നോർമലായിട്ട് ചോദിക്കാവുന്ന ഒരു എസ് എ ആണ് ഇതൊക്കെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പറയാവുന്ന മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഫൈബർ ഒപ്റ്റിക്സ്. അപ്പൊ ഫൈബർ ഒപ്റ്റിക്സ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പം ഫൈബേഴ്സ് നമുക്കറിയാം അല്ലെ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഇതിന്റെ ഫൈബർ കൂടെ ലോങ്ങർ ഡിസ്റ്റൻസ് ലൈറ്റിനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും ഇതിലെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നത് ലോസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ഫൈബർ കേബിൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ നെറ്റ്വർക്കിനും ഇന്റർനെറ്റ് ട്രാൻസ്ഫറിനും ടി വി ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് കേബിൾസ് എല്ലാം ഫൈബേഴ്സ് ആണ്. അപ്പൊ ഈ ഫൈബർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഫൈബറിന് മെയിൻ ആയിട്ട് നമുക്കൊരു സെൻട്രൽ റീജിയനെ നമ്മൾ കോർ എന്ന് പറയും. അപ്പൊ ഈ കോറിൽ കൂടെയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ക്ലാഡിംഗ് ഉണ്ട്, പിന്നെ ഔട്ടർ ഷീൽഡ്, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഔട്ടർ ഷീൽഡ് ഉണ്ട്. അപ്പം ഇവിടെ ഈ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിനെക്കാട്ടും കുറച്ച് കൂടുതലാണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക എന്ന് പറയുമ്പോൾ ഈസ് എ ഡെൻസർ മീഡിയം. അപ്പം ഈ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് ഈസ്, അപ്പൊ അവിടെ നടക്കുന്നത് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, എന്ത് സംഭവിക്കും? ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പൊ ഇവിടെ ഈ ബ്ലൂ ലൈൻ നോക്കുക. അപ്പൊ ഇവിടെ ലൈറ്റ് ഇവിടുന്ന് ഫസ്റ്റ് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ക്ലാഡിങ്ങിന്റെ രണ്ടാമത്തെ താഴെയുള്ള ക്ലാഡിങ്ങിൽ വന്ന് വരുന്നു, അവിടുന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ബെൻഡ് ചെയ്യാതെ പോലും നമുക്ക് ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ലോങ്ങർ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ ആണ്, നമ്മൾ ഈ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷന്റെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആണ്, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്, ഫൈബർ ഒപ്റ്റിക്സ് ട്രാൻസ്മിഷൻസ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, രാത്രിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും, മിന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും സ്റ്റാർസ്. ബട്ട് ആക്ച്വലി സ്റ്റാർ ഈസ് നോട്ട് ടിംഗ്ലിംഗ്, അവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല, അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹാവിങ് എന്താണ്, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ടെമ്പറേച്ചർ റീജിയൻസ് ഉണ്ട്, ദർ ആർ ഡിഫറെന്റ് ഡെൻസിറ്റി റീജിയൻസ് ഉണ്ട്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് വിൻഡിന്റെ ഈ സമയത്തൊക്കെ എന്താണ്, ഈ എർത്തിന്റെ ഈ അറ്റ്മോസ്ഫിയറിക് റീജിയൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഒരു സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ്, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് അവിടെ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളെ റെറ്റിനയിൽ എത്തിയിട്ട് പ്രോസസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ലൈറ്റിന് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഒരു ഡിഫറെന്റ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഡെൻസിറ്റി കൊണ്ട് ബെൻഡിങ് നടക്കും. ബെൻഡിങ് നടന്ന് നമ്മൾ കണ്ടിലെത്തുമ്പോൾ അതിന്റെ പൊസിഷൻ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തോന്നും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നമ്മുടെ ഇന്റർഫേസ് ഉണ്ടല്ലോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് റീജിയന്റെ കണ്ടീഷൻസ് മാറും, ടെമ്പറേച്ചറും ഡെൻസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് വേറൊരു പൊസിഷനായിട്ട് തോന്നും. അപ്പൊ അതിങ്ങനെ, അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ടിങ്കിൾ ചെയ്യാന്ന് തോന്നും. അപ്പൊ ഇതൊരു റിഫ്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്, മെയിൻലി റിഫ്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലും ചെയ്യും. ലൈറ്റിന്റെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.